കഴിഞ്ഞ ദിവസം PC ജോർജിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നടത്തിയ കുറച്ച് നിരീക്ഷണങ്ങളുണ്ട്. ഇത്തരം കേസുകളിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. കൂടാതെ മതവിദ്വേഷം പടർത്തുന്നവർ പിഴയടച്ച് രക്ഷപ്പെടുന്നത് തടയണമെന്ന് ഹൈക്കോടതി. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നും മതത്തിൻ്റെ പേരിൽ ശത്രുത വളർത്തുന്ന ഇത്തരം പ്രവൃത്തികൾ പുതുതായി പ്രാബല്യത്തിൽ വന്ന BNS പ്രകാരം നിർബന്ധമായും തടവ് ശിക്ഷ നൽകേണ്ടതാണെന്നും കോടതി പറഞ്ഞു. ശരിക്കും ഇപ്പോൾ പിഴ അടച്ച് രക്ഷപ്പെടാവുന്ന ചില പഴുതുകളുണ്ട്. അത്തരം പഴുതുകൾ മാറ്റണമെന്നാണ് കോടതി വാക്കാൽ നിരീക്ഷിച്ചത്. കോടതിയുടെ ഈ നിരീക്ഷണം, അതുകൂടാതെ ഹേറ്റ് ലാബ് എന്നുള്ള ഒരു വെബ്സൈറ്റിൻ്റെ പഠന റിപ്പോർട്ട് വന്നത് 2024 മാത്രം 1000-ൽ കൂടുതൽ ഹേറ്റ് സ്പീച്ചുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും അതിലും കേരളത്തിലും നിന്നും കുറേ ഹേറ്റ് സ്പീച്ചുകളുണ്ട്. മതേതര ഇന്ത്യയെ സംരക്ഷിക്കുന്നതിൽ ഈ കോടതിയുടെ ഈ നിലപാട് വളരെ പ്രശംസാർഹനീയമല്ലേ? ഇത്തരം മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോടതികളുടെ ഇടപെടലുകൾ വളരെയധികം ആവശ്യമായി വന്ന ഒരു ഘട്ടമല്ലേ ഇന്നത്തെ കാലത്ത്? ഇതിനെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കോടതിയുടെ ഈ നടപടിയും ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലുള്ള ഈ ഹേറ്റ് സ്പീച്ചിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതും എല്ലാം. ഇന്ത്യ ഒരു മതരാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത്. ഇതായിരുന്നു നമ്മൾ ഒഴിവാക്കണമെന്ന് പണ്ട് തൊട്ട് വിചാരിച്ചിരുന്ന ഒരു മേഖലയാണത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് സെക്കുലറായ ഒരു സമൂഹ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിയമനിർമ്മാണങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ആവശ്യമായിരുന്നത്. ഈ ആവശ്യമായിരിക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള ഒരു സമൂഹ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരമായ മാറ്റങ്ങളും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഘടന, സ്ട്രക്ചർ ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നിർമ്മാണങ്ങളും അതേപോലെ തന്നെ പരമാവധി പരസ്പരം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസൃതമായിട്ടുള്ള അതിന്റെ നമ്മൾ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പിരിറ്റ് മനസ്സിലാക്കി പെരുമാറുകയും വേണം എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന നിലവാരത്തിൽ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് സംഭവിക്കേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ആ സംഭവിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ ഒരു 75 വർഷമായിട്ട് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഭരിക്കാം, ഇഷ്ടമുള്ളതുപോലെ ഭരിക്കാം എന്ന് കണ്ടെത്തിയ രാഷ്ട്രീയ പാർട്ടികളുടെ ലോകത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുള്ളത്. ഒരൊറ്റ വോട്ടിന് കൂടുതൽ വേണം, ഒരു വോട്ട് കൂടുതൽ വേണം. അതിനപ്പുറത്തോട്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നള്ളിഫൈ ചെയ്യപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനകത്ത് പ്രധാനമന്ത്രി അവരുടെ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ തന്നെ മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരാളും മതി, ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കളഞ്ഞു. ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രതിനിധീകരിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തിത്വത്തിനെ കൂടെ ഒഴിവാക്കി കളയുക എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനാണ് പിന്നുണ്ടാക്കിയത്. അപ്പൊ എന്ത് പറയുമ്പം ചെക്ക് ആൻഡ് മെഷേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു സ്ഥാപനവും ഇന്ന് ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഇനി ചീഫ് ജസ്റ്റിസിന്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കിയാൽ മതി. ഗോഗോയിയെ പോലെ ഒരാളെ അയാൾ തന്നെ തന്നെത്താൻ അയാൾക്കെതിരായിട്ടുള്ള കേസ് കേൾക്കാൻ അനുവദിക്കുന്ന നിലവാരത്തിൽ പോവുകയും അത്തരത്തിൽ അയാൾക്കെതിരായിട്ടുള്ള സാധനങ്ങളെല്ലാം മറികടന്ന് നിൽക്കുന്ന, അത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്തപ്പോൾ അയാളെ രാജ്യസഭാ അംഗമാക്കി ആദരിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ കോടതികൾക്കകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാർ റിട്ടയർ ചെയ്തിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ മതപരമായി സംസാരിച്ച് അത്തരത്തിലുള്ള മൂല്യങ്ങൾ മാത്രം പ്രതികരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നിടത്തേക്കാണ് പോയത്. ഇതൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കപ്പെടാത്ത, കേൾക്കപ്പെടാത്ത ക്ലാസ് റൂംസ് ആണ് ഈ 75 വർഷമായിട്ട് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതിന് പകരം രാവിലെ പ്രാർത്ഥനയിൽ ആരംഭിച്ച് അത്
ജാതിക്ക് അനുസരിച്ചോ മതത്തിനനുസരിച്ചോ ഉള്ള സംഘടനകളാണ് സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാട്ടുകളും പാടി അവരുടെ പ്രാർത്ഥനകളും ചെയ്ത്, അല്ലെങ്കിൽ പബ്ലിക് സ്കൂളുകൾ എന്ന് പറയുന്നതിനകത്ത് സർവ മത പ്രാർത്ഥന എന്നുള്ള നിലവാരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവം അല്ലാത്ത ഒരു ദൈവത്തിനെയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമൂഹങ്ങളാണുള്ളത്, അങ്ങനത്തെ സ്കൂളുകളാണുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള പൗരബോധ നിർമ്മാണം ഒരു വശത്ത് നടക്കാതിരിക്കുകയും ഉള്ള പൗരബോധം സ്വാതന്ത്ര്യ സമരത്തിനകത്തു നിന്നുണ്ടായ ഇന്ത്യക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രജയല്ലാതെ പൗരനായി മാറാൻ സഹായിക്കുന്ന ചില പോയിന്റുകൾ അതിനകത്ത് നിൽക്കുന്നത് കൂടെ പരിപോഷിപ്പിച്ച് നിർത്തുന്ന നിലവാരത്തിൽ ആവശ്യമായിട്ടുള്ള ഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇല്ലാതായി പോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കുറെ നാൾ മുമ്പ് കണ്ടതല്ലേ ഗാന്ധിയുടെ പടം വെച്ചിട്ട് അത് വെടിവെക്കുന്ന ഒരു കാര്യം. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ സമയത്ത്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് കൊണ്ട് ആൾക്കാരെ തല്ലിക്കൊല്ലാൻ പറ്റും, ഇറച്ചി കഴിച്ചവനെ ഉപദ്രവിക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുത്ത് ആൾക്കാരെ വിടുക, അത് അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപപ്പെടുന്ന സമയത്ത് വളരെ ചെറിയ ശിക്ഷകൾ നൽകി അവരെ നിർത്തുക, ഇതെല്ലാം ചെയ്തിരുന്നല്ലേ. പ്രകടമായി മതത്തിനെ പറ്റി പറഞ്ഞ് ഒരു ക്ഷേത്ര നിർമ്മാണം നടത്തി അതിന്റെ പൂജാരിയായിരിക്കുന്ന ഒരാള് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരു നാട്ടിലല്ലയോ നമ്മളിരിക്കുന്നത്. അയാൾ ഓരോ പ്രസംഗവും ഗുജറാത്തിൽ ഉണ്ടായിരുന്ന കലാപം തൊട്ട് ഇന്ന് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നിടം വരെ ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും അത്തരത്തിലുള്ള ധ്വനികൾ വരുന്ന പ്രഭാഷണങ്ങൾ നടത്തിയുമാണല്ലോ ചെയ്തിരുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് സ്വാഭാവികമായി ചെക്ക് ആൻഡ് മെഷേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞ് യു പിയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് എന്താണോ നമ്മൾ ഒഴിവാകണമെന്ന് ആഗ്രഹിച്ചതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെന്താണ് അത്ഭുതകരമായി ഇത് ഇങ്ങനെ പറയേണ്ട കാര്യം? അത്ഭുതകരമായി പറയേണ്ടി വരുന്നത് നാഷണൽ ലെവലില് നമ്മൾ പറയുന്ന ദേശീയമായിട്ടുള്ള എല്ലാ സ്ഥലത്തെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ബയാസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നും നമുക്ക് പോലീസ് എന്ന് പറയുന്നത് മുഴുവനും അത്തരത്തിലുള്ള മേഖലയിലേക്ക് മാറിയിരിക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു കൊണ്ടുവന്നതിനകത്ത് വളരെ സൂക്ഷ്മമായി ഇത്തരത്തിലുള്ള സകല സാധനങ്ങളും കടത്തി അവർ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം ചെയ്ത് ഹേറ്റ് സ്പീച്ച് നടത്തിയ ആൾക്കാരെ മുഴുവനും അത് തന്നെ ഒരു കൂട്ടരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമ്പോൾ മറ്റൊരു കൂട്ടരെ ഒന്നും ചെയ്യാതെ അവിടെ നിലനിർത്തിയിരിക്കുന്നത് നമ്മൾ കാണും. ഹേറ്റ് സ്പീച്ചിന്റെ പേര് പറഞ്ഞിട്ട് തന്നെ ഈ അതിനകത്ത് തന്നെ വിവേചനം നിയമം എടുത്ത് പ്രയോഗിക്കുന്നതിന് വിവേചനം കാണിക്കുന്ന ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇയാൾ ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടെണ്ണം വായിക്കുമ്പോൾ ആ ഹൈക്കോടതി കേരളത്തിലെ ഹൈക്കോടതിയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. വടക്കേ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിക്കകത്ത് നിന്നും അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ പോലും ഇനിയിപ്പോ ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു വാക്യത്തിലല്ല ഈ കോടതികളെല്ലാം നിൽക്കുന്നത്. ആ കോടതികളിൽ ഇരിക്കുന്ന ജഡ്ജിമാരെന്ന് പറയുന്നവര് ഒരു ന്യൂട്രലായ സ്പേസിലല്ല ഇരിക്കുന്നതെന്നും അവരുടെ നാട്ടിൽ നടക്കുന്ന അധികാരപരമായിട്ടുള്ള റിലേഷൻഷിപ്പുകളിനകത്താണ് അതെല്ലാം നിൽക്കുന്നത്. പത്രം വായിച്ചിട്ട് വരുന്ന അല്ല ഹൈക്കോടതി എന്ന് പറഞ്ഞ മനുഷ്യരല്ല എന്ന് തോന്നുന്നു. അതിനകത്തിരിക്കുന്ന ഓരോരോ മനുഷ്യരാണ്. ജഡ്ജിമാരെല്ലാം മനുഷ്യരാണ്. അവര് രാവിലെ കേട്ട ന്യൂസും അവർക്ക് അവരുടെ ജീവിതത്തിനകത്ത് അവർ ഒരു വിധി പ്രഖ്യാപിച്ചാൽ എങ്ങോട്ട് പോകും, അവർക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് സ്ഥാനം കയറ്റം കിട്ടുമോ, അല്ലെങ്കിൽ കോടതി വിട്ടുവരുന്ന സമയത്ത് പെൻഷൻ കിട്ടുമോ, അത് അല്ലെങ്കിൽ ആ പെൻഷൻ കിട്ടുന്നതിനോടൊപ്പം സ്ഥാനമാനങ്ങൾ കിട്ടുന്ന പുത്തൻ സംവിധാനങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്ന് ആലോചിക്കുന്ന ജഡ്ജിമാരും കൂടെ നിൽക്കുന്ന സ്ഥലമാണത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഒബ്സർവേഷനും ഇയാൾ പറയുമ്പോൾ ആ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേരളം പോലെ ഇന്ന് ഇന്ത്യയിലെ എന്തെങ്കിലും നിലവാരത്തിൽ സെക്യുലറായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനകത്തെ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരു കോടതിക്കകത്തു നിന്ന് മാത്രമാണ് ആ ഒബ്സർവേഷൻ വന്നിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിലുള്ളത് എന്താണ്
മയിലിന്റെ കണ്ണുനീര് വീണിട്ടാണ് കുഞ്ഞുണ്ടാകുന്നതെന്നൊക്കെ വരെ പറയുന്നതും സകല ചാണക്യനെയും അതേപോലെ തന്നെ ഭഗവത്ഗീതയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപനിഷത്തോ കോട്ട് ചെയ്തിട്ട് വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താ ദൈവത്തിന് സ്പെഷ്യലായ ഒരു ഇത് കൊടുത്ത് ഡീറ്റി എന്ന് പറയുന്നതിന് ഒരു എന്താണ് സ്റ്റാൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പൗരന് പോലെ കൊടുക്കുന്ന പോലെ കൊടുത്തുകൊണ്ട് വിധി പ്രഖ്യാപിക്കുകയല്ലേ ചെയ്തത് രാമജന്മഭൂമിയുടെ കാര്യത്തിനകത്ത്. ഇതൊക്കെ ചെയ്ത ചീഫ് ജസ്റ്റിസുമാരിരുന്ന നാട്ടിലല്ലയോ ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ കേരളത്തിൽ ഇരിക്കുന്ന ജഡ്ജിയെ ചെയ്യൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഇതിന് മുന്നേയുള്ള 3-4 പ്രാവശ്യം ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഒരു ഹേറ്റ് സ്പീച്ച് നടത്തുന്ന ഒരാൾക്ക് പലപ്പോഴും അതിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇവിടെ അവശേഷിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ഹേറ്റ് സ്പീച്ച് നടത്തിയവരാണ് ഇന്നത്തെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നില്ലേ. അവർ ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ സംസാരിച്ചിരുന്ന സമയത്ത് ഹേറ്റ് സ്പീച്ചിന്റെ മുകളിലാണെങ്കിൽ രണ്ടുപേരെയും ശിക്ഷിക്കേണ്ടവരാണ്. എന്താ നടക്കാതെ പോകുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം നോക്കുകുത്തിയായിട്ട് അവരെന്നെ മാറ്റിക്കഴിഞ്ഞു. വെറുതെ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഇയാൾ അത്ഭുതകരമായി എന്തോ ഈ കാണുന്നേ. ഞാൻ പറയുന്നത് കേരളത്തിനകത്തോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു കോടതിക്കകത്ത് നിൽക്കുന്ന ജഡ്ജിമാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രതിനിധീകരിച്ച് മിണ്ടാനായിട്ടുള്ള ശക്തി ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ല ഹേറ്റ് സ്പീച്ചിൽ നേരത്തെ വിട്ടു എന്നുള്ളതൊന്നുമല്ല. ഒരു രാഷ്ട്രീയക്കാരൻ അത് ചെയ്യാതിരിക്കണം എന്ന് അയാൾക്ക് കൊടുക്കേണ്ട ചില സ്പേസസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നേരത്തെ അത് ശിക്ഷിക്കാതിരുന്നത്. അല്ലെങ്കിൽ ജോർജിനെയൊക്കെ എന്നേ ശിക്ഷിക്കേണ്ടതാണ്. ഇന്നത്തെ കാര്യമൊന്നും അല്ലല്ലോ. എത്രയോ നാളിന് മുമ്പേ ശിക്ഷിക്കേണ്ടതാണ്. ശിക്ഷിക്കപ്പെടാതിരുന്നത് ആരും പരാതി കൊടുക്കാനില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മാറ്റിവെച്ചതൊന്നും തന്നെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പിരിറ്റ് അനുസരിച്ചിട്ടല്ല. അത് നമ്മൾ അങ്ങനെ കാണേണ്ടതുണ്ട്. അവസാനത്തെ ചില ലക്ഷണങ്ങൾ എന്നുള്ള നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ കോടതികൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ സൗത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന ചില കോടതിയിൽ നിന്ന്, മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ചില വിധിയൊക്കെ വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഇങ്ങനത്തെ കോടതി ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്ന് അത്ഭുതപ്പെടുന്ന ചില വിധികളൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് സൗത്ത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ജഡ്ജിമാര്, അല്ലാതെ അവരെങ്ങാണ്ട് നിയമം വായിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത്? നിയമം അനുസരിച്ചിട്ടാണ്. നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററോ ആഭ്യന്തരമന്ത്രിയോ ഒന്നും അവിടെ അധികാരത്തിൽ ഇരിക്കാനൊക്കത്തിൽ അവരൊക്കെ ശിക്ഷിച്ച് ജയിലിടേണ്ടവരാണ്. അതെന്താ മറന്നു പോകുന്നത്? എത്രയോ കഴിഞ്ഞ ഇലക്ഷന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിനകത്തായാലും അതിന് മുമ്പുള്ള കാര്യങ്ങളും ചെയ്ത പ്രവൃത്തികളിനകത്തും ഒക്കെ എടുത്താൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അവരെല്ലാവരും. അവരാരും ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ. അപ്പൊ ആ അന്തരീക്ഷം മാറിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ അവർക്കെതിരെ കേസ് കൊടുക്കാനും ആളില്ല എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കേസ് കൊടുക്കാൻ തന്നെ കഴിയുന്ന അതിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എത്ര പരാതി കഴിഞ്ഞ ഓരോ ഇലക്ഷനും ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതാക്കി കളയുക ചെയ്തത്. ഇപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനകത്തു നിന്ന് കോടതിയെ മാറ്റിയ സമയത്ത് അത് ചലഞ്ച് ചെയ്യുന്ന നിലവാരത്തിൽ അവരെന്താ സൂമോട്ട ഒരു കേസെടുക്കാഞ്ഞത്? മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നവർക്ക് പുറത്തിറങ്ങുമ്പോൾ അവിടെ അവർക്ക് ജീവിച്ചു പോകണമെന്നറിയാം. കാരണം അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ കോടതിക്കകത്തിരിക്കുമ്പോൾ മാത്രമാണ്. അതിന് പുറത്ത് റിട്ടയർ ചെയ്താൽ കിട്ടത്തില്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് സ്ഥാനമാനങ്ങൾ വേണമെന്നറിയാം. ആ ഇരിക്കുന്നവര് തന്നെയാണ് അതെല്ലാം. അതുകൊണ്ട് അതൊന്നും അത്ഭുതപ്പെടുത്തേണ്ട. ഇപ്പൊ കേരളത്തിനകത്തോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നവർക്ക് താരതമ്യേന ഇവിടുത്തെ പൊളിറ്റിക്കൽ അന്തരീക്ഷം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അല്പം എന്താ പറയണ്ടേ മനുഷ്യത്വപരമായ വിധികളോ അല്ലെങ്കിൽ നീതിയുക്തമായ വിധികളോ ഇവിടുന്ന് ഉണ്ടാകുന്നത്. അത്രേ ഉള്ളൂ. ഇത് തകരുന്ന ഒരു രാജ്യമാണ് എന്ന് നമ്മളും അറിയേണ്ടത്. സെക്യുലർ വാല്യൂസ് ഇല്ലാതായി കണ്ടിരിക്കുന്ന, ഇപ്പം ന്യായ സംഹിതയോ കൺവേർഷൻ എതിരായിട്ടുള്ള
നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അവര്. ആ നിയമവും വ്യക്തി ജീവിതത്തിനകത്ത് ഒരാൾക്ക് എനിക്ക് മതം മാറണം എന്ന് സ്വയം വിചാരിക്കാനും കഴിയാത്തടത്താക്കിയതില്ലേ. മതം മാറ്റത്തിന് മറ്റുള്ളവർ ചെയ്യുന്നതിനെ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ എന്ത് കാരണമെന്ന് പറയേണ്ട കാര്യമുണ്ട്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേറെ രാഷ്ട്രീയ പാർട്ടി പോകാൻ പറ്റും, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന് ന്യായം എന്താണ്? അങ്ങനെയൊന്നുമില്ല. മതവിശ്വാസം കൊള്ളത്തില്ലെന്ന് എനിക്കറിയുന്ന ആളാണ്. അല്ലാതെ ഒരു കാലയിലെ മന്ത് മറ്റൊരു കാലയിലെ മന്ദാക്കി മാറ്റുന്നതിന് എന്താ പ്രശ്നം? എന്താ, മതവിശ്വാസം വളരെ വലിയ സംഭവമാണ്. എന്താണത്? പ്രാകൃതമായ വിശ്വാസങ്ങളുടെ ഒരു കൂട്ടായ്മയല്ലാതെ അതിനെന്ത് മൂല്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ? അതിന്റെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആള് മാറണ്ടെന്ന് പറയാനായിട്ട് എന്ത് ന്യായമാണുള്ളത്? മതം മെച്ചമായതുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു മതവും കൊള്ളത്തില്ലെന്നറിയുന്ന ആളാണ് ഞാൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച് പഠിക്കുന്നവന് ഒരു മതവിശ്വാസിയാകേണ്ട ആവശ്യമില്ലെന്ന് അറിയുന്നതാണ്. പക്ഷെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ പോയിക്കൂടാ എന്ന് പറയാനായിട്ടൊരു നിയമം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നേ? ഒരാൾക്ക് വ്യക്തിപരമായി പല വിശ്വാസങ്ങളും പേറാനായിട്ടുള്ള അവകാശമുള്ള, അപ്പൊ അയാൾക്ക് മതം മാറാനുള്ള അവകാശം അവിടെ പോയി. അത് മതം മെച്ചമാകണം എന്നുള്ള ആർഗ്യുമെന്റിലേ അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഭക്ഷണമാണ് ഇഷ്ടം എന്ന് പറയുന്നത് പോലുള്ളൊരു അവകാശം അതിനകത്തുണ്ട്. എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ്, എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ് എന്ന് പറയാൻ ഒരാൾക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നോട്ട് പള്ളിയിൽ പോകുന്നില്ല, ഇന്നോട്ട് ഞാൻ അമ്പലത്തിലാണ് പോകുന്നതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടാകേണ്ടതുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്നതിന് അന്യമതസ്ഥരായ ആൾക്കാരെ, പ്രായപൂർത്തിയായ ആള് ഇന്ത്യയിലെ പൗരനാണ്, അതുകൊണ്ട് ആരെയും ഞാൻ പ്രണയിക്കും എന്ന് പറയുന്നതിന് അവകാശമില്ലാതാക്കി കളഞ്ഞില്ലേ? ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്യുന്ന സ്ഥലത്താണ് ഇയാൾ ഈ പറയുന്ന എന്തോ ഇന്ത്യയുടെ സെക്യുലാരിറ്റിക്ക് തടസ്സം ഉണ്ടാകുന്ന നിലവാരത്തിൽ ചില ആളുകൾ സംസാരിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും വടക്കേ ഇന്ത്യയിലെ ഗോസായിമാരുടെ ഭരണമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? നമ്മൾ ഓരോ ഇനി ഇതിന് വേറൊരു വശം ചിന്തിച്ചാൽ ഈ സംഘപരിവാർ അനുകൂലികളോ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല മനസ്സുള്ളവരോ ചിന്തിക്കുന്നത് മതേതര ഇന്ത്യ എന്ന് പറയുന്നത്, മതേതര ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, മതേതരമായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മതേതരമായി നിലനിൽക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? അത് മതേതരമായി നിലനിൽക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെന്താ അതിനകത്ത് അത്ഭുതം? അവരുടെ അജണ്ട അവർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. കുംഭമേള കഴിഞ്ഞ് ഇനിയിപ്പോ എന്താണ്, മഹാശിവരാത്രി ആഘോഷിക്കാൻ പോവുകയാണ്. അല്ലാതെ ഇവിടെ ഈ രാജ്യത്തിനകത്ത് ആൾക്കാരുടെ പട്ടിണി മാറ്റുന്നതിനെ പറ്റി എന്ത് ചർച്ചയാണ് ആൾക്കാർക്കുള്ളത്? അത് കഴിഞ്ഞ് എല്ലാവരുടെയും തലയിലൂടെ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിനെ പറ്റി മാത്രമാണ് പിന്നെ ചർച്ച. ബുള്ളറ്റ് ട്രെയിനിനകത്ത് നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുമോ എന്നുള്ള ചർച്ചയില്ല. സൂപ്പർ ഹൈവേ ഉണ്ടാക്കിയാൽ അതിനകത്ത് സാധാരണക്കാരന് കയറാൻ കഴിയാത്ത നിലവാരത്തിൽ ടോൾ ഉണ്ടാക്കുന്ന സ്ഥലമാണുള്ളത്. കണ്ടാലൊക്കെ നല്ല ഇമ്പമാണ്. നല്ല ഹൈവേ കണ്ടാല് കാറുള്ളവർക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ കാറുണ്ടായാൽ മാത്രം പോരാ, എല്ലാ സ്ഥലത്തും ടോൾ കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പോകാനൊക്കത്തുള്ളൂ. ഈ നിലവാരത്തിലുള്ള മേഖലയെ പറ്റി ചർച്ച ചെയ്യാതെ ദരിദ്രരുടെ തലയ്ക്ക് മേളിൽ കൂടെ പോകുന്ന റോഡ് പോലെ തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നള്ളിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് അതിന് ആരോടെങ്കിലും ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ആള് പോയി ഒരു ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, പണ്ട് എന്താണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഡാമാണെന്ന് പറഞ്ഞ നെഹ്റുവിന് പകരമാണ് ഈ മനുഷ്യൻ നിൽക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടതല്ലേ? അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ തകർന്നു കഴിഞ്ഞ ഒരു രാജ്യമാണത്. അതുകൊണ്ട് ഇതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് ഈ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ യോജിച്ചു പോകാനായിട്ട് ഒരു സ്ഥലവും ഞാൻ കാണുന്നില്ല. തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനകത്തും അവർ ശ്വാസം മുട്ടിക്കുന്ന നിലവാരത്തിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നിടത്ത് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവരോടൊപ്പം നിൽക്കുന്ന, ഇപ്പൊ തെലങ്കാനയിലെ കാശ് കൊടുക്കും, ചന്ദ്രബാബു നായിഡുവിന് കാശ് കൊടുക്കും, ബീഹാറിലുള്ളവർക്ക് കാശ് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് കാശ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടുത്തെ ക്ഷേമ പദ്ധതികൾ ഒരെണ്ണം പോലും നടത്താൻ അനുവദിക്കാത്ത നിലവാരത്തിൽ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ സ്റ്റാലിൻ സംസാരിച്ചില്ലേ, ഞാൻ ഈ GST അടയ്ക്കുന്നത് ആലോചിക്കേണ്ടി വരും, നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന്.
ഇതൊക്കെ നമ്മള് ഒരു രാജ്യത്തിന്റെ ആന്തരികമായ യോജിപ്പ് തകർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ ലക്ഷണമല്ലേ ഒരു ചീഫ് മിനിസ്റ്റർക്ക് അത് പറയേണ്ടി വരുന്നത്. ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഇയാൾ എന്താ പറയണ്ടേ, അയാൾ എന്നെ നോക്കി കൊഞ്ഞനം കുത്തിയത് ശരിയായോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇയാൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാബ്രിക് തകർത്ത് കളഞ്ഞവര്. ആ തകർത്തിരിക്കുന്നിടത്താണ് ഈ നിൽക്കുന്നത്. അതിനകത്തു നിന്ന് ആകെ നമുക്ക് ഈ സൗത്ത് ഇന്ത്യ ആയിട്ടോ നോർത്ത് ഇന്ത്യക്കാർക്ക് അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളത്, കുംഭമേളയും ശിവരാത്രി ആഘോഷിച്ച് അവരവിടെ കഴിഞ്ഞോട്ടെ, നമ്മളത് ആഘോഷിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നിടത്തേക്ക് പോവുക എന്നുള്ളതല്ലാതെ വേറെ എന്താ വഴി? ഇന്ത്യൻ രാജ്യം പഴയതുപോലെ തുടരാൻ സാധ്യമല്ലാത്തടത്താണ് അത് നിൽക്കുന്നത്. വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള, വ്യത്യസ്തമായ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു രാജ്യത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അത് ബഡ്ജറ്റ് വായിച്ചാ പോരെ എങ്ങനെയാണ് അതിന്റെ അലൊക്കേഷൻ പോയിരിക്കുന്നതെന്ന് കാണരുതോ? ഇത്രയും വിവേചനപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാജ്യത്തിനകത്തിരുന്നിട്ട് ഇയാള് ഈ പറയുന്ന കൊച്ചു കാര്യങ്ങൾ എന്തിനാണ് പറയുന്നതെന്നാണ് എനിക്ക് എന്റെ ചോദ്യം. അല്ലെ, ഈ പലരുടെയും സംശയം അതാണല്ലേ, ഈ മതേതരമായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ മതേതരമായി നിലനിൽക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കും ഒരു രാജ്യത്തിന്റെ? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പൗരരാകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് മെച്ചമുണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രമേ മേൽക്കൈ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. എന്തിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? നമ്മളെ പൗരരായി കാണുന്നു എന്നുള്ളതാണ്. നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്നുള്ളതാണ്. നിയമത്തിന്റെ മുമ്പിൽ വ്യത്യസ്തരായി കാണുക എന്ന് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള വാക്ക് പറയുകയും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുകയും ചെയ്യുന്ന നിയമം മറുവശത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്ത് സെക്യുലറിസത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ ഈ മതവിശ്വാസം മെച്ചമാണെന്ന്, അത് വേണ്ടാത്തതാണെന്ന് അറിയുന്ന ആളാണ്. പക്ഷെ ചെയ്യാൻ ഒരാൾക്ക് മതവിശ്വാസിയായിരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഏത് മതവിശ്വാസത്തിലും പോകാൻ അവകാശമുണ്ട്. അല്ല, ചില ഇനം വിവരക്കേടുകൾ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യൂ എന്നുണ്ടോ? വിവരക്കേടിനും അങ്ങനെ മെച്ചപ്പെട്ട വിവരക്കേടുണ്ടാ? മെച്ചപ്പെട്ട വിവരക്കേടുണ്ടെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ മതി. ഈ അമ്പലവും പള്ളിയെല്ലാം മ്യൂസിയത്തിനകത്ത് മാറ്റണമെന്ന് അറിയുന്ന ആളാണ് ഞാൻ. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും മെച്ചമുണ്ടെന്ന്. പക്ഷെ ഒരാള് ഒരു വിശ്വാസിയായിട്ടിരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് അന്ധവിശ്വാസത്തിലും ഇരിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അല്ല, അത് പറ്റത്തില്ല, ഞങ്ങളുടെ ചില അന്ധവിശ്വാസങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ആളുകളെ കാണുന്നതെന്ന് കാണാൻ പറ്റത്തില്ല. ഹിന്ദുവായിട്ട് നിങ്ങൾ തുടരണം, ക്രിസ്ത്യാനിയായി നിങ്ങൾ തുടരണം, മുസ്ലിമായി നിങ്ങൾ തുടരണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ന്യായം എന്താണ്? വോട്ട് ബാങ്ക് ഉണ്ടാക്കി നിൽക്കുന്ന സമൂഹത്തിന്റെ യുക്തിക്കകത്ത് കൊണ്ടാണല്ലോ മാറുന്നതെന്ന് പറയുന്നത്. വേറെ എന്ത് ന്യായമാണ്? അല്ലാതെ മുസ്ലിം വിവരക്കേട് പഠിച്ചുകൂടാ, ഹിന്ദു വിവരക്കേട് പഠിക്കാം, ക്രിസ്ത്യൻ വിവരക്കേട് കുറെ കൂടെ കൊള്ളാം എന്നൊക്കെ പറയുന്ന വേറെ ചർച്ചയ്ക്ക് പറ്റുമോ? വിവരക്കേടിനും ഉണ്ടോ ഒരു മാന്യത? ഇതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്. വോട്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് തരണം എന്ന് പറയുന്ന ന്യായവും കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് സെക്യുലറിസം വേണ്ട എന്ന് അവർ പറയുന്നത്. കാര്യമുണ്ട്, അധികാരം പിടിച്ച് മറ്റുള്ളവരെ ഭരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ നീക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതാണ് എന്നെ ഒരു ശതമാനം തൊട്ട് 2% മനുഷ്യർക്ക് മാത്രം സ്വത്തുണ്ടാകുകയും ബാക്കിയുള്ളവരെല്ലാം ദരിദ്രരായി കഴിയുന്ന ഒരു രാജ്യത്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 2% ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഭരണങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാകുന്ന സകല ട്രെയിന് നമ്മൾ ഒരേ സ്ഥലത്ത് വന്ദേ ഭാരതം വരുന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വികർഷണം ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ട്രെയിൻ ഓടിക്കാൻ പോകുന്നു. ഇതെല്ലാം ഭയങ്കര മാറ്റമാണല്ലോ വരുത്തുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് വേറെ ദരിദ്രന് പ്രവേശനമില്ലാതാക്കുന്ന ഒരു പണിയും കൂടെ അതിനകത്ത് നിൽപ്പുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. സകല ട്രെയിനും തല്ലിപ്പൊട്ടിക്കുന്നിടത്തേക്ക് ജനങ്ങൾ എങ്ങനെയാ മാറിയത്? കാരണം സാധാരണ ട്രെയിനുകള് അത്ര മോശമായിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ മുഴുവൻ ട്രെയിനുകളും ലേറ്റ് ആയിട്ടാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് നടക്കുന്നില്ലെന്നും അത് തമ്മിൽ കൂട്ടിയിടിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ ചത്തോണ്ടിരിക്കുകയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ.
ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലയ്ക്ക് മേളിൽ കൂടെ പോകുന്ന മറ്റു മനുഷ്യരുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതത്തിൽ തൊടാത്ത വികാസത്തിനെ പറ്റിയാണ് ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുന്നത്, വലിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം പറയുമ്പം ഇതെല്ലാവർക്കും അവൈലബിൾ ആയ പോലാണ് പറയുന്നത്. അവർക്ക് അവൈലബിൾ ആയ സാധനങ്ങൾ എന്ന് പറയുന്നത് അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ബോംബെയിലെ ട്രെയിനിനകത്തൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഈ ബുള്ളറ്റ് ട്രെയിൻ വരുന്ന സ്ഥലത്താണ് ആ ബോംബെയിലെ ട്രെയിനിനകത്ത് ആൾക്കാർ കയറുന്നത് എങ്ങനെയാണ് നിങ്ങളത് നോക്കിയാൽ മതി. അതെന്താണ് ഈ മാറ്റങ്ങൾ റിഫ്ലക്ട് ചെയ്യാത്ത അതിനകത്തൊന്നും? ഏറ്റവും നീണ്ട യാത്ര നടത്തുന്ന 4 ദിവസത്തോളം എടുക്കുന്നതാണ് അങ്ങ് ആസാമിന് അപ്പുറത്ത് പോകുന്ന ട്രെയിൻ. ആ ട്രെയിനിനകത്ത് നിങ്ങൾക്കൊന്ന് കേറാൻ പറ്റത്തില്ല. നാറി ജീവി കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അത്ര വൃത്തികെട്ട ട്രെയിൻസ് ആണത്. സാധാരണ ജനങ്ങളെ ഏറ്റവും ദുരിതത്തിലാക്കിയിരിക്കുന്ന ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുള്ളറ്റ് ട്രെയിനെ പറ്റി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും. 10 ബുള്ളറ്റ് ട്രെയിൻ കാണിച്ചാൽ അതാണ് ഞാനീ പറഞ്ഞത്. ആ സാധനങ്ങൾ കാണിച്ചിട്ട് ഈ എങ്ങനെയാണ് കുംഭമേളയും ശിവരാത്രിയും കാണിച്ച് മനുഷ്യരുടെ മനസ്സിനെ മാറ്റുന്നത് പോലെ ഇതെല്ലാം നമുക്ക് ഈ ഇരിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും എന്ന് തോന്നിപ്പോകുന്നു. നിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്ത ഇടങ്ങളാണ് ഈ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വേണ്ടതല്ലേ? വേണ്ടതാണ്. പക്ഷെ എല്ലാവർക്കും വേണ്ടതാണെന്നാണ്. നമ്മൾ വെറുതെ തൊട്ടപ്പുറത്തെ ചൈനയെ നോക്കിയാൽ മതി. അവിടുത്തെ സാധാരണ ജനങ്ങൾ മുഴുവനും കയറുന്നതാണ് അവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ. ഇവിടുത്തെ വന്ദേ മാതരത്തിൽ സാധാരണക്കാർക്ക് കയറാനൊക്കത്തില്ല, പിന്നല്ലേ ബുള്ളറ്റ് ട്രെയിൻ. വന്ദേ മാതരം കേരളത്തിനകത്ത് ഓടുന്ന സമയത്ത് ബാക്കി 25 ട്രെയിൻ ലേറ്റ് ആയിട്ട് അവിടെ കിടക്കും. ഇങ്ങനെയാണ് വന്ദേ മാതരം ഓടുന്നത്. അതിനകത്ത് കയറാൻ അപമാനം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. കയറാതിരിക്കുന്നത് നല്ല ട്രെയിൻ അല്ലാത്തതുകൊണ്ടല്ല, കുറ്റബോധം എനിക്ക് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ്. എത്രയോ മനുഷ്യരെ ദുരിതത്തിലാഴ്ത്തിയാണ് ഞാൻ ഇതിനകത്ത് സുഖമായിരിക്കുന്നത് എന്നുള്ള എന്റെ അറിവ് കൊണ്ടാണ് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റാത്തത്. നല്ല ട്രെയിനാണ്, അതിനകത്ത് കയറേണ്ടതാണെന്ന് എനിക്ക് അറിയുന്ന ആളാണ്. പക്ഷെ സങ്കടം വരും. ഈ ഒരു പ്രശ്നമാണ് ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് ഗരീബി ഹടാവോ എന്നൊക്കെ പറയുന്ന ഒരു മുദ്രാവാക്യം പോലും ഇല്ലാതായി പോയിരിക്കുന്നതും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി മാറിയിരിക്കുന്ന ഒരു രാജ്യത്തിരുന്നുകൊണ്ട് എന്തിനെ പറ്റിയാണോ പറയുന്നത്? നമ്മൾ വികസനത്തെക്കുറിച്ചാണല്ലോ അവർ പൊതുവെ പറയാറ്. ഈ വികസനത്തെ മുൻനിർത്തി പറയുമ്പോൾ ഒരു പറ്റം ആളുകളുടെ സമാധാനം, ഒരു പറ്റം കച്ചവടക്കാരുടെ സമാധാനം മാത്രം നോക്കിക്കൊണ്ടാണല്ലോ ഇവർ ഈ നിലനിൽക്കുന്നത്. അപ്പം സമാധാനം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ ഈ രാജ്യത്തിൽ എങ്ങനെ വികസനം സാധ്യമാകും എന്നാണ് പറ്റും. അത് സാധ്യമാകും എന്നുള്ളതാണ്. നമ്മൾ കാലയിലെ വലിയ തൂണുകൾ ഉയർത്തി എങ്ങനെയാണ് വെള്ളത്തിന്റെ മേളിൽ കൂടെ, കടലിന്റെ മേളിൽ കൂടെ പാലം നിർമ്മിക്കുന്ന പോലാണ് ഈ വികസനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സാധാരണക്കാരായ ആൾക്കാരുടെ അവരെ തൊടാതെ അവരുടെ ഇടയിൽ കാല് കുത്തുമ്പം അതേൽ അവർക്ക് വെട്ടാനോ കുത്താനോ പറ്റാത്ത നിലവാരത്തിലുള്ളതിന്റെ മണ്ടയിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ട്രെയിനും സമയത്തിന് ഓടിയേനെ. ഇത് ജനങ്ങളുടെ വികസനമാണ് നടക്കുന്നെങ്കിൽ എല്ലാ ട്രെയിനും സമയത്തിന് ഓടിയേനെ, എല്ലാ ട്രെയിനും വന്ദേ മാതരമായി മാറിയേനെ. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇത് ധനമുള്ളവർക്ക് മാത്രമുള്ള വികസനത്തിന് ന്യായം പറയുന്നതിനാണ് ഈ പറയുന്ന സകല മതവിശ്വാസങ്ങൾ അവർ കൊണ്ടുവരുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ കുംഭമേള കഴിഞ്ഞ മഹാശിവരാത്രി എന്ന് പറയുന്നതിനകത്ത് വായും പൊളിച്ച് നോക്കിയിരിക്കുന്നതും ഈ അവനവന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ അമ്പലത്തിലും പള്ളിയിലും പോയി പഴയ പോലെ കരഞ്ഞു പറഞ്ഞ് തീർക്കുന്നതാണെന്ന് വിചാരിപ്പിക്കുന്നിടത്ത് നിർത്തുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ ആവശ്യം 5 വർഷം കൂടുമ്പം ഒരു വോട്ടിടാനായിട്ട് ഇയാളൊന്ന് ഒരുങ്ങണം. അത് തന്നെ ആവശ്യമില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ട്രംപ് പൈസ അയച്ചു കൊടുക്കുന്നത് വഴി ടേൺ ഔട്ട് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതും
അതിന്റെ റിസർച്ചും ഈ EVM മെഷീനൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മെച്ചപ്പെട്ട ഒരു ഇലക്ഷൻ മെക്കാനിസം അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അത് ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യം എന്താ? കറക്റ്റായിട്ടാ നടത്തുന്നതെങ്കിൽ ഈ ഒരു നടപടിയും ഇല്ല. കഴിഞ്ഞ ദിവസം കണ്ടത് മോദി അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നതാണ്. AI എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യ എന്ന്. ഇത് കേട്ട് ആവേശഭരിതരാകുന്ന അണികളും. ഇത്തരം ആവേശങ്ങളാണ് ഇന്ത്യയുടെ പുരോഗതി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഹരഹര മഹാദേവ എന്ന് വിളിപ്പിക്കുന്നതും ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ വരികളെല്ലാം. ആളുകളെ യാഥാർത്ഥ്യത്തിനകത്തേക്ക് നോക്കാനും, എന്ന് പറഞ്ഞാല് ഈ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന സാധാരണ ട്രെയിനിനകത്തേക്ക് ഒരിക്കലും നിങ്ങളുടെ നോട്ടം പോകാതെ ഈ വന്ദേമാതരം കണ്ടിട്ട് എന്തൊരു സ്പീഡ് എന്ന് പണ്ട് കൊടിയേറ്റത്തിനകത്ത് ഗോപി പറയുന്ന ആ ഒരു നിപ്പുണ്ട്. മുഴുവൻ ചെളി തെറിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആ ജീപ്പിന്റെ സ്പീഡിനെ പറ്റി അതുപോലെ തന്നെ മറ്റേ പട്ടേലരുടെ സുഗന്ധം നിന്റെ ദേഹത്തിരിക്കുന്നതിനെ പറ്റി ആസ്വദിക്കുന്ന വിധേയന്റെ ലോകമില്ലേ, അതാണ് ഇന്ത്യയിലെ ജനക. ഈ പറയുന്ന ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്നവൻ ഇപ്പൊ ഈ പട്ടേലരുടെ സുഗന്ധം ആസ്വദിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കോടതിക്കകത്തു നിന്ന് ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ, അത് ഞാൻ പറഞ്ഞല്ലോ, തെക്കേ ഇന്ത്യയിലെ ചില കോടതിയിലുള്ള ചില വിധികൾ കണ്ടിട്ട് ഒരു കുളിരും ഇയാൾ കോരണ്ട. രാജ്യം എന്നുള്ള നിലവാരത്തിൽ ഒരു പരാജയപ്പെട്ട രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞത്. അത് വെറുതെ തൊട്ടടുത്ത രാജ്യമായ ചൈനയിലോട്ട് നോക്കിയാൽ മതി, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വടക്കേ ഇന്ത്യൻ മുതലാളിമാരുടെ ഭരണത്തിനകത്തു നിന്ന് താരതമ്യേന സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന സൗത്ത് ഇന്ത്യ ആയിട്ടൊക്കെ മാറി ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പൊരുതുന്ന സമൂഹമായി നമ്മൾ മാറിയില്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൊതിയും ഒരു കാര്യവും അർത്ഥശൂന്യമായി മാറത്തേ ഉള്ളൂ. വെറുതെ വടക്കോട്ട് നോക്കിയിരിക്കണ്ട, വടക്കോട്ട് നോക്കിയിരിക്കാൻ, അത്രയാണ് എനിക്ക് പറയാം.